ഹലോ നമസ്കാരം, എല്ലാവർക്കും വീണ്ടും ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു പുഡിംഗ് ആണ്. അതിനുവേണ്ടി ചവ്വരി അഥവാ സാവധാന ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ ക്യാരറ്റ് പുഡിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു ചവ്വരി കൂടി ചേർത്ത് ഒരു വെറൈറ്റി ചെയ്ത് നോക്കാമെന്ന് കരുതി. അപ്പോൾ അതിനുവേണ്ടി വെള്ളം കുറച്ച് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഈ വെള്ളത്തിലേക്ക് സാവധാന ചേർത്ത് ഒരു ഹാഫ് ബോയിലാക്കി എടുത്ത് ഊറ്റിയെടുക്കാം. ആ വെള്ളത്തിലേക്ക് സാവധാന ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് തിളപ്പിച്ചൊന്ന് ഊറ്റാം. അത് തിളച്ച് വരുന്ന സമയം കൊണ്ട് ക്യാരറ്റ് ചെറിയ പീസായി കട്ട് ചെയ്തെടുക്കാം. ക്യാരറ്റും ബോയിൽ ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെയാണ് തരിയൊന്നും ഇല്ലാതെ നന്നായി സ്മൂത്തായി അരഞ്ഞ് കിട്ടും. സാവധാനം വേവിച്ച് ഊറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ പാല് തിളപ്പിക്കാൻ വെക്കാം. ഞാനിതിനെടുത്തിരിക്കുന്ന 1/2 ലിറ്റർ പാലാണ്. ഏകദേശം 1,200 ക്യാരറ്റ് ഉണ്ട്. 1/2 ലിറ്റർ പാലിലാണ് ചെയ്യുന്നത്. ക്യാരറ്റ് വേവിച്ച് ഊറ്റി എടുത്തിട്ടുണ്ട്. അത് മിക്സി ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കാം. മിക്സി ജാറിൽ അടിച്ചെടുക്കാൻ ചെറിയ പ്രയാസമൊക്കെ ഉണ്ട്. നനയ്ക്കൊക്കെ കൊടുത്താണ് അടിക്കുന്നത്. കാരണം വെള്ളമൊന്നും അധികം ചേർക്കാതാണ്ടാണ് അടിച്ചെടുക്കുന്നത്. ഏതായാലും ക്യാരറ്റ് അടിഞ്ഞ് വരുന്നുണ്ട്. നമ്മളെ പാലും ഏകദേശം തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ആ പാലിലേക്ക് ക്യാരറ്റ് നല്ല സ്മൂത്തായി അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അത് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഒറ്റ പ്രാവശ്യം അടിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല. 2 പ്രാവശ്യമായി ക്യാരറ്റ് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. അത് പാലിനകത്ത് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നന്നായി തിളച്ച് വറ്റി വരണം. വറ്റി വരുന്ന സമയത്ത് നമുക്ക് അടുത്ത ചേരുവകൾ ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ തിളച്ച് നന്നായി റെഡിയായി സെറ്റായി വന്നിട്ടുണ്ട്. അതിലേക്ക് പഞ്ചസാര, ഞാൻ ഏകദേശം 250-300 ഗ്രാം പഞ്ചസാരയാണ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പഞ്ചസാര കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് സാവധാന ചേർത്ത് കൊടുക്കാം. നമ്മൾ സാവധാന ഹാഫ് വേവാണ് ആക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ചേർത്ത് ഒന്നുകൂടി നന്നായി വേവിച്ചെടുക്കാം. സാവധാന ചേർക്കുന്ന സമയത്ത് തന്നെ നമുക്ക് നന്നായി മിക്സി നല്ല ടൈറ്റായി സെറ്റായി കിട്ടുന്നതാണ്. ഇതിലേക്ക് കുറച്ച് കോൺഫ്ലോർ കൂടി, കുറച്ചൊരു ടൈറ്റ് കുറവ് പോലെ തോന്നുന്നുണ്ട്. ഒരു 2 സ്പൂണ് കോൺഫ്ലോർ തരിയൊന്നും ഇല്ലാതെ നന്നായി വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തെടുത്ത് അതുകൂടി ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ നല്ല സെറ്റായി കിട്ടും. അതായത് അതുകൂടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സെറ്റായി നല്ല ടൈറ്റായി വന്നിട്ടുണ്ട്. എന്നാൽ ഇതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനതിൽ 100 ml മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മിൽക്ക് മെയ്ഡ് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ പാലായാലും മതി. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് നല്ല തിളച്ച് വരുന്നവരെ നന്നായി മിക്സ് ചെയ്ത് എടുക്കാം. ഏകദേശം അതിൻ്റെ പരുവം നമുക്ക് നോക്കിയാൽ മനസ്സിലാവും അത് സെറ്റാവോ ഇല്ല എന്നുള്ള ആ ഒരു പരുവം വരെ അത് വേവിച്ചെടുക്കാം. നല്ല ടൈറ്റായ സാധനം ആയതുകൊണ്ട് തന്നെ നല്ലോണം നമുക്ക് ഫുൾ ടൈം മിക്സ് ചെയ്ത് തന്നെ എടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. ഇതൊരു മോൾഡിലേക്ക് നമുക്ക് മാറ്റാം. സെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാനുള്ളതാണ്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ബിസ്ക്കറ്റിൻ്റെ ഒരു ടിന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾ പ്ലേറ്റ്, സ്റ്റീലിൻ്റെ പ്ലേറ്റിലും ഇത് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഞാനൊരു പാത്രത്തിലേക്ക് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ആ ബിസ്ക്കറ്റിൻ്റെ ടിന്നിലേക്ക്. ഇപ്പോൾ അടിപൊളിയായി ഇപ്പം തന്നെ സെറ്റായതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. നല്ല ടൈറ്റായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം നമുക്കൊരു 6 മണിക്കൂറെങ്കിലും ചില്ലറിനകത്ത് വെക്കണം. ചില്ലറിനകത്ത് വെച്ച് തണുത്തതിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ നമ്മളിത് ഫ്രിഡ്ജിനകത്ത് വെക്കാൻ പോവാണ്, ചില്ലറിനകത്ത് വെക്കാൻ പോവാണ്. അപ്പോൾ അതിനുശേഷം ബാക്കി വീഡിയോ നമുക്ക് അതിനുശേഷം കാണാം. ഇപ്പോൾ 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഫ്രിഡ്ജിനകത്ത് നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. നല്ല സെറ്റായിട്ടുണ്ട്. തൊട്ട് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്. സ്പൂൺ കൊണ്ടൊക്കെ വരുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളെ പുഡിങ് റെഡിയാണ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു പുഡിങ് നമുക്കൊന്ന് ചെരിച്ചൊക്കെ നോക്കാം, വിട്ടു പോകുന്നുണ്ടോ എന്ന്. കുഴപ്പമൊന്നുമില്ല, നല്ല സെറ്റായിരിക്കുന്നത്, നല്ല സോഫ്റ്റാണ്. ചെരിക്കുന്ന സമയത്ത് താഴെ പോകുന്നൊന്നുമില്ല. നല്ല സെറ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ചെരിച്ച് കഴിയുമ്പോൾ ഒന്നും താഴെ പോകുന്നില്ല. അപ്പോൾ പുഡിങ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.